ഹലോ ഫ്രണ്ട്സ്, TMT കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. മിൽക്ക് പുഡിംഗ് ആണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ എങ്ങനെ നല്ല ടേസ്റ്റോടു കൂടി പുഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. നമ്മളൊരു ബൗളെടുത്ത് അതിനോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞയും വെള്ളയും മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഈ മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതിൻ്റെ സ്മെല്ല് വരുമോ എന്നൊക്കെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഈ മുട്ടയുടെ ആ കുത്തലൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാത്തവരാണെങ്കിൽ അതിലോട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് വാനില എസൻസ് ആണ്. ഇനി നമുക്കിത് 3ഉം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഉപ്പും വാനില എസൻസും കൂടി രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ചില ഭക്ഷണ സാധനത്തിലോട്ട് മുട്ട ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. ഇത് തീരെ ആ ഒരു മുട്ടയുടെ സ്മെല്ലുണ്ടാകത്തില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ പീസ് അവിടെ ഇവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മധുരം ആവശ്യമുള്ളവർ കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറവ് വേണ്ടവർ കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിനുശേഷം വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർത്താൽ മതി. പക്ഷേ പാൽപ്പൊടി ഇടുന്ന സമയത്ത് നമുക്കതിന് കൂടുതൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് പാൽപ്പൊടി കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 3ഉം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം പാൽപ്പൊടി ഇട്ടതാണ്, അവിടെ കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. ഇതിന് ശേഷം നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം. അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷവും നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും മുഴുവനായിട്ട് കാണണേ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇനി പാൽപ്പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. പാലും മുട്ടയും വെച്ച് മാത്രം നമുക്കിതുണ്ടാക്കാൻ പറ്റും. പിള്ളേരൊക്കെ സ്കൂളും വിട്ട് വരുമ്പം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം പിള്ളേർക്കും നല്ലൊരു സന്തോഷം, നമുക്കും സന്തോഷം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പാലൊക്കെ നന്നായി തിള വരുന്നുണ്ട്. കുറേ സമയം പാലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പതച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ, പാല് നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചായിട്ട് മാത്രം ഇതുപോലെ കുറച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ചൊഴിച്ച് കൊടുക്കുക, മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുട്ട പെട്ടെന്ന് വെന്ത് പോവും. ഇങ്ങനെ ചെറുതായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുട്ട ആ സമയം കൊണ്ട് തന്നെ നല്ല കറക്റ്റ് വേവായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അധിക സമയം ഇത് ആവിക്ക് വെച്ച് വേവിക്കേണ്ടി വരില്ല. മാക്സിമം ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി.
അപ്പോഴത്തേക്കന്നെ നമുക്ക് നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി വേണ്ടത് ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാത്രമാണ്. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ അകത്ത് ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കുക. വെണ്ണ പുരട്ടുന്നവരാണെങ്കിൽ ഉപ്പില്ലാത്ത വെണ്ണ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെയുള്ള ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ എല്ലാ ബബിൾസൊക്കെ പൊട്ടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ഫോയിൽ പേപ്പറാണ്. ഇതിനെ ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് അടച്ചു കൊടുക്കാം. ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ഡലിപ്പാത്രമാണ്. ആവി വരുന്ന ഒരു പാത്രം എടുത്ത് ഇതുപോലെ വെള്ളമൊഴിച്ച് അരിപ്പ് വെച്ചതിന് ശേഷം ഇതതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടിയിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് വേവിക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഇവിടെ തന്നെ നമുക്കത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായി ഇത് തണിഞ്ഞ് വരണം. ചൂടോടുകൂടി ഒരിക്കലും ഇതെടുക്കാൻ ശ്രമിക്കരുത്. അത് മുറിഞ്ഞു പോകും. ആ പാത്രത്തിൽ നിന്നോട്ട് ഇളകി വരത്തില്ല. അതുകൊണ്ട് ഇത് നന്നായി തണുക്കുന്നവരെ പുറത്തെടുത്ത് വെക്കുക. അതിനുശേഷം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സൈഡ് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ സൈഡ് ഭാഗങ്ങൾ പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അതിന് കുറച്ച് ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്ന നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെയാണ് നമുക്കിത് കിട്ടുന്നത്. കണ്ടോ, എല്ലാ ഭാഗവും നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.